എടാ മോനെ, രംഗച്ചേട്ടൻ കാണിക്കും പറഞ്ഞാൽ കാണിക്കും. ഈ പ്രീമിയം ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് ഈ ഒരച്ചാലും പിടിച്ചാലും ഒന്നും ഇളകി വരുന്ന പോലത്തെ പെയിന്റ് അല്ല. അത് അതിനകത്തോട്ട് ചെയ്തേക്കുന്ന പ്രീമിയം ആയിട്ടുള്ള ഹാൻഡ് പെയിന്റിംഗ് ആണ്. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? ഹാനാകൃഷ്ണയുടെ സാരിയാണല്ലോ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. പറ്റിപ്പോയി സാർ, പറ്റിപ്പോയി. ഹാനാകൃഷ്ണയുടെ സാരി മാത്രമല്ല, ദിയാകൃഷ്ണയുടെ ഓബയോസിലെ ജ്വല്ലറിയും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അതിനകത്തുണ്ട്. എന്താ ഉറക്കം വരുന്നു. അപ്പൊ അവരുടെ ഷോപ്പിൽ ചെന്ന ഒരാളുടെ എക്സ്പീരിയൻസ് എനിക്ക് പറയാനുണ്ട്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇവരുടെ പേജിലെ ഫോട്ടോസും വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് നല്ലൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ഒട്ടും പേടിക്കണ്ട, നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണോ. ഒരു ക്വാളിറ്റി ഇല്ലാത്ത സാധനം തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഇവിടെ നല്ലൊരു സാധനമാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ നമുക്ക് ഒട്ടും വാങ്ങിക്കാൻ തോന്നാത്തൊരു ടൈപ്പ് സാധനം വരുന്നുണ്ടായിരുന്നത്. എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം. എന്റെ കളറും ഭയങ്കര മോശം. കണ്ടാലേ ഒരു ലോക്കൽ തോന്നും. കണ്ണിൽ കണ്ട സത്യം ടാർസൂസ് എവിടെയും പറയും. അന്ന് ഇത്രയും ദൂരെ പോയി അവിടെ പോയി ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് പോയിട്ടും ഒന്നും തന്നെ എടുക്കാതെ തിരിച്ചിറങ്ങി വരേണ്ടി വന്നത് അവിടുത്തെ ക്വാളിറ്റി കണ്ടിട്ട് തന്നെയാണ്. നീ ഇരുന്നാ അറിയാണ്ടടാ മനുഷ്യരെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം. സപ്പോസ് എന്തെങ്കിലുമൊക്കെ ഈ ഓബയോസിൽ ഇപ്പൊ സെല് ചെയ്യുന്ന കുറെ സാധനങ്ങൾക്ക്, അത് റീസെന്റ് ഞാൻ കണ്ട കുറെ സാധനങ്ങൾ, സിംഗിൾ ലൈൻ ഇളക്കത്താലി ചോക്കർ 1 gram ഗോൾഡ് പ്ലേറ്റഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. 1099 rupees ആണ് ഇതിന്റെ റേറ്റ്. അതിച്ചിരി കൂടുതലല്ലേ? ഇതേപോലെ നല്ല ക്വാളിറ്റി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു മീഷോ ഇന്ന്. വേറെ 316 രൂപ എനിക്ക് അതിന്. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. വിടരുതരവനെ പിടിച്ചു പോലീസിലേപ്പിക്കും. ഓവർ പ്രൈസ്ഡ് ആണ് ഓബയോസിയുടേതെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ അയ്യോ പാവങ്ങൾക്ക് എന്തിനാ ഈ ഉടായ്പ കാണിക്കണേ? എന്ത് ചെയ്യാനാ തലേ, എനിക്ക് കാശ് വാങ്ങിച്ചേ ശീലമുള്ളൂ, കാശ് കൊടുത്ത് ശീലമില്ല. എല്ലാവരും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ഒന്ന് ചിന്തിച്ച് സ്പെൻഡ് ചെയ്യൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.